കടുവ വേട്ടക്കാരന് ശകാരം. ശ്രീ സത്യസായി ഭാഗവതം. കർണം സുബ്ബമ്മയുടെ വീട്ടിൽ സത്യൻ കൂട്ടുകാരുമായിരുന്നു സംസാരിക്കുന്നു. പെട്ടെന്ന് കാക്കി വേഷത്തിൽ ഒരു ഡ്രൈവർ ഓടി വന്നു. കുട്ടികൾ ഭയന്ന് എഴുന്നേറ്റ് മാറി. അയാൾ പ്രശ്നം പറഞ്ഞു. തൻ്റെ യജമാനന്റെ ജീപ്പ് ചിത്രാവതിയുടെ അങ്ങേക്കരയിൽ കേടായി കിടക്കുന്നു. വെള്ളക്കാരനായ യജമാനൻ വലിയ ദേഷ്യത്തിലാണ്. ഗ്രാമത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന ബാലനെ കുറിച്ച് കേട്ട് ഈ പ്രശ്നപരിഹാരത്തിനായി കുറച്ചു വിഭൂതി വാങ്ങാൻ വന്നതാണ്. ബാബ ഡ്രൈവറോടൊപ്പം ജീപ്പിനടുത്തെത്തി. വെടിവെച്ച് കൊന്ന കടുവയുടെ ശരീരത്തിൽ അഹങ്കാരത്തോടെ കാലുകൊണ്ട് താളം പിടിച്ചിരിക്കുകയാണ് വെള്ളക്കാരൻ. സത്യൻ സഗൗരവം അയാളോട് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ വാഹനം നിർത്തിയത്. ഈ പാവം മൃഗം നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ഒരു കാരണവുമില്ലാതെ നിങ്ങൾ എന്തിന് ഇതിനെ കൊന്നു? അമ്മയെ കാണാതെ ഇതിൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ദയനീയ സ്ഥിതിയിലാണ്. ചെല്ലു, ആ കടുവ കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ. അവയെ സംരക്ഷിക്കാനായി കാഴ്ച ബംഗ്ലാവിൽ ഏൽപ്പിക്കൂ. നിങ്ങളുടെ സന്തോഷത്തിനും വിനോദത്തിനുമായി വെടിവെക്കരുത്. ധൈര്യമുണ്ടെങ്കിൽ ഷൂട്ടിങ് തോക്കുകൊണ്ടല്ല ക്യാമറ കൊണ്ടാക്കൂ. അത് നിങ്ങൾക്ക് പേരും പെരുമയും നേടിത്തരും. ഇനി പൊയ്ക്കോളൂ. അത്ഭുതം. അതോടെ വണ്ടി സ്റ്റാർട്ടായി. വെള്ളക്കാരന് വിസ്മയമായി. അയാൾ ബാലസായിയെ അനുസരിച്ചു. വിവരമറിഞ്ഞ് പെദ്ദ വെങ്കപ്പരാജു പരിഭ്രമത്തിലായി. മകൻ ഒരു വെള്ളക്കാരനെ അനാദരിച്ചിരിക്കുന്നു, അതും ശിക്കാരിയായ വെള്ളക്കാരൻ. ഇനി പോലീസിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? പക്ഷേ വെള്ളക്കാരൻ്റെ അവസ്ഥയോ? അയാൾ പശ്ചാത്താപവിവശനായി. കുറച്ചു കാലം കഴിഞ്ഞ് ആ കടുവയുടെ തോലുമായി വെള്ളക്കാരൻ വന്നു, സ്വാമിക്ക് സമർപ്പിക്കാനായി. ഇന്നും സ്വാമിയുടെ സിംഹാസനത്തിന് മുന്നിൽ ആ വ്യാഘ്ര ചർമ്മം കിടപ്പുണ്ട്. ബാബ സർവവ്യാപി. ടെയ്ഡ്മാൻ ജോൺസൺ, നോർവീജിയക്കാരൻ, ഓസ്ലോ. അദ്ദേഹം ഒരിക്കൽ പുട്ടപർത്തിയിൽ വരാനിടയായി. സ്വാമി അദ്ദേഹത്തിനൊരു മോതിരം സൃഷ്ടിച്ചു കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിലൂടെ ഒരു യാത്ര പോയപ്പോൾ ചിറ്റഗോങ് നദിയിൽ ആ മോതിരം നഷ്ടപ്പെട്ടു. മാസം 1 കഴിഞ്ഞു. ടെയ്ഡ്മാൻ വൈറ്റ്ഫീൽഡിൽ ഭഗവത് സമീപം എത്തി. നഷ്ടപ്പെട്ട മോതിരം വിഭു ടെയ്ഡ്മാൻ്റെ കയ്യിൽ കൊടുത്തു. സ്തംഭിച്ചു നിൽക്കുന്ന ടെയ്ഡ്മാനോട് വിഭു അരുളി, ഈ മോതിരം എൻ്റെ കൈകളിൽ വന്നു. കാരണം ഞാൻ ആ നദിയിൽ അവിടെ ഉണ്ട്. ആ നദിയിൽ മാത്രമല്ല, എല്ലാ നദികളിലും എല്ലായിടത്തും ഞാനുണ്ട്. സ്വാമി സർവവ്യാപിയാണ്. ഞാൻ സർവവ്യാപി എന്ന് ഭഗവാൻ അരുളുമ്പോൾ ഭഗവാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇക്കാണുന്ന പ്രപഞ്ചമായി തീർന്നത് ഭഗവാൻ തന്നെ. ഓം തത്സത്ത്.